മാർക്കോയെ വെല്ലുമോ കാട്ടാളൻ? രണ്ടും ഒരേ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം മാർക്കോയും ചെയ്തേക്കുന്നത് ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആണ്, കാട്ടാളനും ചെയ്തേക്കുന്നത് സെയിം പ്രൊഡക്ഷൻ ടീമാണ്. രണ്ട് ഡയറക്ടേഴ്സാണ്, അതാണല്ലോ അതിന്റെ വ്യത്യാസം. ആയത് ഹനീഫ് അദേനി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പോൾ ജോർജ് ആണ്, നവാഗതനാണ് കാട്ടാളൻ. എനിക്ക് മാർക്കോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മൾ ഹിന്ദി സിനിമ കില്ല് അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു മലയാള സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഗംഭീര ഡയറക്ഷൻ ആയിരുന്നു ഹനീഫിന്റെ, ഗംഭീര ഡയറക്ഷൻ. നല്ല പട്ടപടപടാന്ന് സീനുകൾ എടുത്ത് ഒരു ശകലം പോലും ബോറടിക്കത്തില്ല. നമുക്ക് ഇച്ചിരി വയലൻസ് ഉണ്ടെങ്കിലും നമുക്ക് അവന്മാരെയൊക്കെ അങ്ങ് കൊല്ലണം എന്നുള്ളൊരു വാശി തോന്നിക്കുന്ന രീതിയിലായിരുന്നു അത്. ബ്രൂട്ടലായിരുന്നു ആ സിനിമയിലെ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ. പക്ഷേ ഇതുപോലെ ജഗദീഷ് ആയാലും സിദ്ദിഖായാലും ഒക്കെ എന്തൊരു രസമായിട്ട് ചെയ്തേക്കുന്നത്. ഉണ്ണിമൂന്നിന്റെ സ്വാഗ്, ബോഡി ബിൽഡപ്പും സ്വാഗും ഒക്കെ സൂപ്പറായിരുന്നു. വില്ലന്മാരായാലും ഒക്കെ കട്ടക്ക് ഇങ്ങനെ സൂപ്പർ വില്ലന്മാരായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് മാർക്കോ സ്പെഷ്യലായതും ബമ്പർ ഹിറ്റ് അടിച്ചത്. തിരിച്ച് ഇപ്പുറത്ത് കാട്ടാളൻ എനിക്ക് തോന്നുമ്പോൾ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ KGF-ന്റെ രവി ബസൂറാണ്, മോശമൊന്നും അല്ല. സൗണ്ട് മിക്സിങ് രാധാകൃഷ്ണനാണ്. വിഷ്വൽസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ വിട്ടുപോയൊരു സാധനം, ഇമോഷണലി കണക്ഷനേ ഇല്ല. മറ്റേടത്തൊരു ഇമോഷണലി കണക്ഷൻ ഉണ്ട്, നമ്മളെ ഇങ്ങനെ ഇരുത്തും. ഇവിടെ ഇമോഷണലി കണക്റ്റഡ് അല്ല. രണ്ട്, ഉണ്ണി മൂന്നിന് നമ്മുടെ മാർക്കോയിൽ കിട്ടിയൊരു സ്വാഗ്, അത് യഥാർത്ഥത്തിൽ ആന്റണി പെപ്പയ്ക്ക് നമ്മുടെ കാട്ടാളന് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇതൊരു കുറ്റമല്ല, ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ്റെയും ഒക്കെ ബലക്കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ ആക്ഷൻ സീക്വൻസ് അതിനകത്ത് പല വെറൈറ്റി മൂഡിലാണ് ആക്ഷൻ സീക്വൻസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖാണെങ്കിലും ഉണ്ണിമൂന്നിനാണെങ്കിലും ജഗദീഷിൻ്റെ ആണെങ്കിലും ഒക്കെ പല വെറൈറ്റി രീതിയിലാണ്. പക്ഷെ ഇതൊക്കെ ഒരേ സാധനം പിടിച്ചാണ്. ആക്ഷൻ സീക്വൻസ് കഷ്ടപ്പെട്ടാണ് കാട്ടാളന് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ഷൻ സീക്വൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാം കാട്ടാളൻ. പക്ഷേ ഒരു മാർക്കായിട്ടൊന്നും കമ്പാരിസണേ പറ്റത്തില്ല കാട്ടാളൻ. കാരണം മാർക്കോ ഈ ലെവലുണ്ട് പടം, അതിൻ്റെ ഏറ്റവും ചെറുടെ നല്ല താഴ്ന്ന ലെവലാണ് കാട്ടാളൻ. രണ്ട് കഥകളാണെങ്കിൽ പോലും മാർക്കോ ഒരുപാട് മുമ്പിലാണ് കാട്ടാളനെ കാട്ടി. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പോൾ കാട്ടാളൻ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്കോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം.